മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഡ്രഗ്സിന് വരെ യൂസ് ചെയ്യുന്ന മെഡിസിൻ ചോദിച്ച് ഒടുക്കത്തില്ലെന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ച പോക്കൃത്തരമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ലഹരി സംഘം അഴിഞ്ഞാടുന്ന കാഴ്ച. ഇന്ന് കാസർഗോഡ് ഒരു വീട്ടിൽ കയറിയായിരുന്നു ആക്രമണമെങ്കിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ മെഡിക്കൽ ഷോപ്പിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഈ ലഹരി മരുന്ന് നൽകാത്തതിന്റെ വിരോധമാണെന്ന് പറയുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസിന്റെ നടപടികൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രിയായിരുന്നു നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്ക് സമീപത്തെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ഈ നാലംഗ സംഘത്തിന്റെ ആക്രമണം നടന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഇത് ലഹരി മരുന്ന്, അത് പ്രത്യേകിച്ച് ഈ മാനസിക വിഭ്രാന്തി ഉള്ളവർക്ക് നൽകുന്ന ഡോക്ടർ പ്രിസ്ക്രൈബ് നൽകുന്ന മരുന്നുണ്ട്. ആ മരുന്ന് ഇവർക്ക് നൽകാത്തതിനുള്ള വിരോധം വച്ചു പുലർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കാം ഇതിന് പിന്നിൽ, ആക്രമണത്തിന് പിന്നിലെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്നവന്മാരെ എന്തോ ചെയ്യണം. നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ചവിട്ടി നട്ടലൊടിക്കുക. ആ ഒരാൾ മെഡിക്കൽ സ്റ്റോർ കടയിട്ടേക്കുന്നത് നിനക്കൊക്കെ നിലടി കാണിക്കാനല്ല, ഇവനെയൊക്കെ തല്ലി അങ്ങ് ഓടിക്കുക നാട്ടുകാരെ. അവിടുത്തെ എറണാകുളത്താണ് കൂടുതലും നടക്കുന്നത് ഈ പരിപാടിയൊക്കെ. എത്ര പോലീസാണോന്നോ ആരാണോന്നോ ഒരു കാര്യമില്ല. നാട്ടുകാരും കൂടി വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ കൈയും കാലം തല്ലി ഓടിക്കുക, കിഴപ്പങ്ങ് തീർത്ത് കൊടുക്കാൻ പറ്റും. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.